നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്ന സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിലേക്ക് എത്തിയത്. മെസ്സി ഇത്ര വേഗത്തിൽ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അമേരിക്കൻ ലീഗിൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനം നടത്താനൊക്കെ കഴിയുന്നുണ്ട്. പക്ഷെ ഒരുപാട് പ്രതിസന്ധികൾ മെസ്സിയുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിക്കുകൾ തന്നെയാണ്. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും പരിക്കുകൾ കാരണം ഒരുപാട് മത്സരങ്ങളാണ് ഇപ്പോൾ ലയണൽ മെസ്സിക്ക് നഷ്ടമാകുന്നത്. ഇതിനിടെ ട്രാൻസ്ഫർ മാർക്കറ്റ് തങ്ങളുടെ പുതുക്കിയ മൂല്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിക്ക് തിരിച്ചടിയാണ് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് കഴിഞ്ഞ നവംബർ മാസത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് താരങ്ങളുടെ മൂല്യം പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് 35 മില്യൺ യൂറോ ആയിരുന്നു മെസ്സിയുടെ വാല്യൂ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് 30 മില്യൺ യൂറോ ആയിക്കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. മെസ്സിയുടെ മൂല്യം താഴോട്ട് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ചോദ്യം ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ നോർത്ത് അമേരിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായ ഡൊമിനിക് ബക്കറിനോട് ചോദിക്കപ്പെട്ടിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയത് ഇങ്ങനെയാണ്: മെസ്സി ഇപ്പോഴും MLS സ്റ്റാർ തന്നെയാണ്. ഈ പ്രായത്തിലും ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് മെസ്സി. പക്ഷെ മെസ്സി ആണെങ്കിൽ പോലും പ്രായം ഒരു ഘടകമാണ്. മാത്രമല്ല, ഈയിടെ പരിക്കുകൾ കാരണം അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കൂടാതെ ഒഴിവാക്കാനാകാത്ത ചില താഴ്ചകളും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ബക്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ അമേരിക്കൻ ലീഗിൽ കേവലം 6 മത്സരങ്ങൾ മാത്രമാണ് മെസ്സിക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 മത്സരങ്ങൾ പരിക്ക് മൂലം നഷ്ടമാവുകയായിരുന്നു. ഈ സീസണിൽ MLS-ൽ മെസ്സി 3 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3 ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ പരിക്കുകൾ വീണ്ടും അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.